ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ മത്സരത്തിൽ DR കോങ്കോയോട് സമനിലയിൽ വീണെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ഇന്നലെ ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളുകളുടെ ഗംഭീര വിജയമാണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും സ്വന്തമാക്കിയത്. ഇതോടുകൂടെ ഇനിയിപ്പോൾ പോർച്ചുഗലിന്റെ റൗണ്ട് ഓഫ് 32 മോഹങ്ങൾ എങ്ങനെയാണ്? പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും വലിയ അട്ടിമറി സംഭവിച്ചിട്ടില്ലെങ്കിൽ പോർച്ചുഗൽ അനായാസമായി കൊണ്ട് 1-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തോ ഫിനിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ഏതായാലും റൗണ്ട് ഓഫ് 32-വിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ ആരായിരിക്കും? കൊളംബിയയും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഏതാണ്ട് ഇക്കാര്യത്തിനൊക്കെ ഒരു മറുപടി നമുക്ക് കിട്ടും. എന്തായാലും കൊളംബിയയുടെ മത്സരം ഇനി DR കോങ്കോയോടാണ്. ഗ്രൂപ്പ് കെയിൽ നിന്നും 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് പോർച്ചുഗൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് എല്ലിലെ റണ്ണറപ്പുകൾ അഥവാ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമിനോടായിരിക്കും പോർച്ചുഗൽ പിന്നീട് റൗണ്ട് ഓഫ് 32-വിൽ ഏറ്റുമുട്ടേണ്ടതും. റൗണ്ട് ഓഫ് 32 എന്ന് നമ്മൾ പറയുമെങ്കിൽ കൂടി ആ മത്സരത്തിൽ തോറ്റാൽ പുറത്തു പോവേണ്ട അവസ്ഥയാണ്. സോ നോക്കൌട്ട് മത്സരം തന്നെയായിരിക്കും അത്. എന്തായാലും പോർച്ചുഗൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് എല്ലിൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമിനോട് ഏറ്റുമുട്ടേണ്ടി വരും. ഇതിപ്പോൾ ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട് 4 പോയിന്റും ഘാനയും 4 പോയിന്റുമായി 1-2 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. ഈ രണ്ട് ടീമുകൾ തന്നെ ഇനി മുമ്പോട്ട് പോകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഘാനയൊക്കെ ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഘാന ഇംഗ്ലണ്ടിനെ വരെ സമനിലയിൽ തളച്ചിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ ക്രൊയേഷ്യ കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കേണ്ടതില്ല. സോ ഏത് ടീം വന്നാലും പോർച്ചുഗലിന് അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സോ അനായാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികവിൽ പോർച്ചുഗൽ റൗണ്ട് ഓഫ് 32 കടന്നുകൊണ്ട് റൗണ്ട് ഓഫ് 16-ൽ പ്രവേശിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.